നമസ്കാരം. മലയാളി സേഫ്റ്റി ഗുരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കണിൽ എല്ലാം നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അലേർട്ടാകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വർക്ക് പ്ലേസിലെ സേഫ്റ്റി ഓഫീസറിന് അഥവാ HSE അഡ്വൈസറിന് എന്തൊക്കെയാണ് റുട്ടീൻ അഥവാ ഡെയിലി ഡ്യൂട്ടീസ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരു സേഫ്റ്റി ഓഫീസർ ഒരു വർക്ക് പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ സേഫ്റ്റി ഓഫീസർ എന്തൊക്കെ ഡ്യൂട്ടീസാണ് അവിടെ നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ 4 ഭാഗങ്ങളായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. എല്ലാവരും മറക്കാതെ 4 ഭാഗങ്ങളും കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡ്യൂട്ടീസ് എല്ലാം തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഓരോ കമ്പനീസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമുക്ക് ഈ സേഫ്റ്റി ഓഫീസേഴ്സിൻ്റെയും അല്ലെങ്കിൽ HSE അഡ്വൈസേഴ്സിൻ്റെ ഡ്യൂട്ടീസിന് വ്യത്യാസമുണ്ടാകാം. ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു സേഫ്റ്റി ഓഫീസറിന്. തമ്മിൽ ചില സിമിലാരിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ റെസ്പോൺസിബിലിറ്റീസിൽ പല വ്യത്യാസങ്ങൾ കാണാം. കാരണം രണ്ട് തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ്, 2 സ്വഭാവങ്ങളുള്ള ഇൻഡസ്ട്രീസാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഹസാർഡുകൾക്കും റിസ്ക്കുകൾക്കും പല രീതിയിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ റെസ്പോൺസിബിലിറ്റീസിലോ ഡ്യൂട്ടീസിലോ വ്യത്യാസം കാണാം. പക്ഷേ നമ്മളിവിടെ കോമൺ ആയിട്ട് ഒരു സേഫ്റ്റി ഓഫീസർ അല്ലെങ്കിൽ ഒരു സേഫ്റ്റി അഡ്വൈസർ നടത്തേണ്ട ഡ്യൂട്ടീസ്, ഒരു പൊതുവേ ഉള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. സ്ഥാനക്കയറ്റങ്ങൾക്കനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സീനിയർ പോസ്റ്റിലുള്ള വ്യക്തിയാണെങ്കിൽ, സീനിയർ ആയിട്ടുള്ള ഒരു HSE അഡ്വൈസറാണ് അല്ലെങ്കിൽ ഒരു സീനിയർ സേഫ്റ്റി ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ സീനിയോറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റീസിന് വീണ്ടും കുറേയും കൂടി വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇവിടെ നമ്മൾ ഡെയിലി ബേസിസിൽ ഒരു സൈറ്റിലുള്ള സേഫ്റ്റി ഓഫീസറിന് എന്തൊക്കെയാണ് ഉള്ള ഒരു കോമൺ ഡ്യൂട്ടീസ് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് HSE പ്ലാനാണ്. HSE പ്ലാനിനെ പറ്റി കൂടുതൽ നമ്മളുടെ മുന്നേ ചെയ്തിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ HSE പ്ലാൻ ആദ്യം തന്നെ നമ്മൾ നോക്കണം. കാരണം HSE പ്ലാൻ എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. HSE പ്ലാൻ ഒന്ന് ചെറുതാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈറ്റിൽ, നമ്മളുടെ വർക്ക് പ്ലേസ് ആയാലും എന്ത് തരത്തിലുള്ള ഇൻഡസ്ട്രി ആയാലും നമ്മളുടെ ആ വർക്ക് പ്ലേസിൽ ഹെൽത്ത്, സേഫ്റ്റി, എൻവയൺമെൻറ്റ് അവിടെ നടപ്പിലാക്കാനും അതേപോലെ തന്നെ അത് ഭേദപ്പെടുത്തി കൊണ്ടുവരാനുമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന, ആ സൈറ്റിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഈ HSE പ്ലാൻ. ഈ HSE പ്ലാനിൽ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലോ ക്വാർട്ടർലി ബേസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് HSE പ്ലാനിൽ പറയുന്ന ചില കാര്യങ്ങൾ, മീറ്റിംഗ്സിനെ പറ്റി, അതായത് വീക്ക്ലി വർക്കേഴ്സ് മീറ്റിംഗ് അഥവാ വീക്ക്ലി സ്റ്റാഫ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, ഡെയിലി ടൂൾ ബോക്സ് ടോക്ക് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യണം. കണ്ടോ? അപ്പോൾ ആ സമയവും പറയുന്നുണ്ട്, എപ്പോഴാണത് കണ്ടക്ട് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്, എന്ത് തരത്തിലുള്ള മീറ്റിംഗ് ആണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ എമർജൻസി കമ്മ്യൂണിക്കേഷൻസിനെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ട് ഒരു ടൈമും എങ്ങനെയാണത് എമർജൻസി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതും എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. ഇൻസിഡൻറ്റ് നോട്ടിഫിക്കേഷൻസിനെ പറ്റിയിട്ട്, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴത്തേക്കാണ് നോട്ടിഫൈ ചെയ്യേണ്ടത്. ചില കമ്പനികളിൽ 24 മണിക്കൂർ സമയമൊക്കെ വയ്ക്കും, ചില കമ്പനികളിൽ വ്യത്യാസമുണ്ടാകാം സമയത്തിന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ. സോ ആ സമയം എപ്പോഴൊക്കെയാണ്, ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് എപ്പോഴാണ്, എത്ര ദിവസത്തിനുള്ളിൽ വേണം ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ KPI ടാർഗറ്റ്സ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ടാർഗറ്റ്സ്, നമ്മൾ കമ്പനികളിൽ നമ്മളുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സർട്ടൺ നമ്പേഴ്സ് നമ്മൾ കൊടുത്തു വയ്ക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്പർ ഓഫ് ഇൻസിഡൻറ്റ് റേറ്റ്സ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് റേറ്റ്സ് അല്ലെങ്കിൽ ലോസ്റ്റ് ടൈം ഇഞ്ചുറി റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില ക്രൈറ്റീരിയാസ് വയ്ക്കുന്നു. ഈ ക്രൈറ്റീരിയകളിൽ ഓരോ ടാർഗറ്റും വയ്ക്കുന്നു. അപ്പോൾ ഈ ടാർഗറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറഞ്ഞ് അല്ലെങ്കിൽ ആ ടാർഗറ്റ്
ബഡ്ജറ്റിൻ്റെ ലിമിറ്റ് വരെ നമുക്ക് ആ ഒരു കാര്യം നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാർഗറ്റുകൾ നമ്മൾ കൊടുത്തു വച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനികളിൽ പൊതുവായിട്ട് പറയുന്നത് ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് റേറ്റ് 0% എന്ന് പറഞ്ഞ് വിചാരിക്കുക. അതായത് ടാർഗറ്റാണ് 0%. അതായത് ആ കമ്പനിയിൽ നമുക്ക് 0% ആയിരിക്കണം ഇൻസിഡൻസിൻ്റെ അല്ലെങ്കിൽ ആക്സിഡൻസിൻ്റെ ആ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആക്സിഡൻസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി ആ ടാർഗറ്റുകളെ പറ്റി പറയുന്നു. ട്രെയിനിങ് മെത്തേഡുകളെ പറ്റിയിട്ട് ട്രെയിനിങ്സിനെ പറ്റിയിട്ട് പറയുന്നു. എപ്പോഴൊക്കെയാണ് ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്ക് എപ്പോഴൊക്കെ വേണം ട്രെയിനിങ് കൊടുക്കാൻ. അതേപോലെ ഇൻസ്പെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഓരോ എക്യുപ്മെൻറ്റുകളുടെ ഇൻസ്പെക്ഷൻസ് എപ്പോഴൊക്കെ ആയിട്ടാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടും അതിനെപ്പറ്റി കൂടുതൽ HSE പ്ലാനിൽ പറയുന്നു. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളുടെ വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാത്തിരുന്ന് കാണുക. അതുകൂടാതെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മലയാളി സേഫ്റ്റി ഗുരു സബ്സ്ക്രൈബ് ചെയ്യുക. ബെലൈക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അലേർട്ടാകുന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. നന്ദി.